ശാലയുടെ ഉദ്ഘാടനം വേദിയിൽ നിർവഹിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ശ്രീ സുന്ദരേശ്വരൻ പിള്ളയുടെയും ശ്രീമതി പത്മാവതി അമ്മയുടെയും പ്രിയപുത്രൻ ശ്രീ അനിൽകുമാർ 29 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് 1997 സെപ്റ്റംബർ മാസം പ്രവർത്തനം ആരംഭിച്ച ഒരു സ്ഥാപനമാണ് വികാസ്. ഇനി സ്ഥാപനം കൊല്ലം ജില്ലയിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഈ സ്ഥാപനം വിൽപ്പനയിലും ഉൽപാദന സേവനത്തിലും കൊല്ലം ജില്ലയിൽ ഇന്നും അത് ഞാൻ നന്നായി ഓർക്കുന്നു. ഇപ്പൊ ഈ വ്യക്തിപരമായി ഞാനും അദ്ദേഹവും തമ്മിൽ യാതൊരു പരിചയവും ബന്ധമോ കടപ്പാടോ ഒന്നുമില്ല. എന്നിട്ട് പോലും അത്രയേറെ സമയം മറ്റുള്ളവർ പലരും പോയി കഴിഞ്ഞിട്ടും നമ്മുടെ ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഞങ്ങൾക്കൊരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ അവിടെ ഉണ്ടായിരുന്നു. അങ്ങേറ്റം നന്ദിപൂർവ്വം അക്കാര്യം ഞാനിവിടെ ഓർക്കുകയാണ്. തീർച്ചയായും അങ്ങേയും എന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും ബാക്കിയുള്ള ഈ എല്ലാവരുടെയും ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പേരിൽ ഞാൻ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുളസിമണി അമ്മയെ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ്, മലയാളപ്പുഴ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബഹുമാന്യായ ശ്രീമതി പ്രീജ പി നായരെ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് രേഷ്മ മറിയം റോയ് ഇവിടെ ആദ്യം തന്നെ വന്നിരുന്നു. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറുപ്പമായി യങ്ങസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റാണ്. വളരെ മാതൃകാപരമായി പഞ്ചായത്ത് നടത്തുന്നയാളാണ്. ഞാൻ പറഞ്ഞ ബാക്കിയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ മോശം നടത്തത്തിലല്ല ഞാൻ പറഞ്ഞ് എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായി പഞ്ചായത്ത് ഭരിക്കുന്നവരും നല്ല ഭരണാധികാരികളുമാണ്. ഈ നമ്മുടെ കരുവാപ്പലം പഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏറ്റവും ചെറുപ്പമായ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അങ്ങേറ്റ ഹൃദയമായി ഞാൻ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അത് കഴിയുമ്പോൾ ആരും കാണത്തില്ല. എന്താ പറഞ്ഞാൽ ഭയങ്കര വിലയാണ്, ശരിയാവത്തില്ല. പക്ഷെ വികാസത്തെ കുറിച്ച് ആരും ഒന്നും പറയില്ല. ഒരിക്കൽ വന്നവർ വീണ്ടും വീണ്ടും വരും. മാത്രമല്ല അനിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അനില് ഒരു വ്യാപാരി എന്നതിലും വിജയകരമായ ഒരു കച്ചവടക്കാരൻ എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് നന്മകൾ നിറഞ്ഞൊരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് സമൂഹത്തില് ഏറ്റവും വിഷമം അനുഭവിക്കുന്നവരുടെ തന്നെ കുഞ്ഞുങ്ങളെ കുറിച്ച് അദ്ദേഹം സ്വാഗത പ്രസംഗത്തിൽ കുഞ്ഞുങ്ങളെ പഠിക്കണമെന്നൊക്കെ പറയണ്ടേ. എല്ലാ കാര്യങ്ങളും ഞാൻ ഈ കോവിഡിന്റെ കാലത്തൊക്കെ എനിക്കറിയാം ഒരുപാട് കുട്ടികൾക്ക് സൗജന്യമായി മൊബൈൽ ഫോൺ കൊടുക്കുക. വളരെ ഹൃദയം തുറന്ന ഒരു സമീപനം അക്കാര്യത്തിലുണ്ട്. കുട്ടികളൊക്കെ നന്നായി പഠിക്കും. നിങ്ങൾ ഇവിടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ചു വരണമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അത് ഒരാളുടെ കാഴ്ചപ്പാട് എനിക്ക് പണ്ടുതൊട്ടേ അറിയാം. അത് എല്ലാ മക്കളും നന്നായി പഠിച്ചു വരണം, ഇവർ മിടുക്കരാവണം. അതൊരു ആശംസയ്ക്ക് വേണ്ടിയിട്ടോ ഒരു നല്ല വാക്കിന് വേണ്ടി പറഞ്ഞാണെന്ന് കരുതരുത്. എനിക്ക് അനിലിനെ പണ്ടുകൊണ്ട് അറിയാം. അനിലിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ വളരെ താല്പര്യമുണ്ട്. നമ്മളെ കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ചു വരണം, മിടുക്കരാവണം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കണം. ഇതൊക്കെ വളരെ ഒരു നമുക്ക് അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്ര നന്മകൾ നിറഞ്ഞ ഒരാൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥാപനത്തിന്റെ വളർച്ചയിലെ കൂടെ ആ മനുഷ്യന്റെ വിജയത്തിലൂടെ ആ നന്മ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കും. അനിലിന്റെ വിജയം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ആ നന്മ നിലനിൽക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും അനിലിന്റെ വികാസ് പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ അത് വീണ്ടും വീണ്ടും വിജയിച്ച് ഉയരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പന്ന സ്വീകരിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കണം. ഇതൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നല്ലൊരു